ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീനും ഗാഥയും ഇന്നു മുതൽ ജീവിച്ചു തുടങ്ങട്ടെ എന്നാ എന്റെ തീരുമാനം. ഒരുപാട് നന്ദിയുണ്ട് മാഡം. എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോവാലോ? പൊയ്ക്കോളൂ. അവരിവിടെ എത്തിക്കഴിഞ്ഞ ആ നിമിഷം ഞാൻ കൃഷ്ണനെ പറഞ്ഞുവിടും. പിന്നെ നവീനോടൊപ്പം ജീവിക്കുന്നത് നീയായിരിക്കും ഇന്നു മുതൽ. താങ്ക്സ് മമ്മി. നവീന്റെ കാര്യത്തിലല്ലായിരുന്നെങ്കിൽ മമ്മി പറയുന്നത് എന്തും ഞാൻ അനുസരിച്ചാണ്. ബട്ട് നവീന്റെ കാര്യത്തില് എനിക്ക് പറ്റില്ല. ഞാൻ സിൻസിയറായിട്ട് ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അതെന്റെ നവീന്യ. നവീനൊപ്പം ജീവിക്കാനുള്ള നിമിഷങ്ങൾ ഓരോന്നായി നഷ്ടപ്പെട്ടു പോകുന്നത് എനിക്ക് താങ്ങാനാവാത്ത കാര്യ. അതുകൊണ്ട് മാത്രമാണ്. പ്ലീസ് മമ്മി. ഓക്കെ, നിനക്ക് വേണ്ടി എന്തും നേടിത്തന്നവളാ ഈ ഞാൻ. പിന്നെ ഇതെന്തിനാ മാറ്റിവെക്കുന്നത്? എന്റെ മോളുടെ ആഗ്രഹമല്ലേ, അത് നടക്കട്ടെ. ഐ ലവ് യു മമ്മി. സിനി ചേച്ചി, മുറിയൊന്ന് അലങ്കരിക്കണം. എനിക്ക് പുതിയ ഡ്രസ്സുകൾ കുറെ വാങ്ങണം. ഞാൻ ഇന്നു മുതല് എന്റെ മമ്മിയുടെ അനുവാദത്തോടെ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. അതൊക്കെ ഞാൻ വേണ്ട വിധം ചെയ്തോളാം മാഡം. താങ്ക് യു മമ്മി. ഞാൻ മേള് മുറിയിൽ കാണും. കണ്ടോ സിനി അവളുടെ സന്തോഷം? ഇതിനു പകരം അവൾക്ക് എന്തു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുക? മാം, സന്തോഷത്തിന്റെ കാര്യമൊക്കെ സത്യം. പക്ഷേ ഇന്നലെ നവീന്റെ വധുവിനെ തേടി വന്ന ആ നാഗം. സിനി, പേടിപ്പിക്കുന്ന ഓരോ ഓർമ്മയും പരസ്പരം പങ്കുവെക്കണ്ട. ഒന്നും ഉണ്ടാവില്ലെന്നേ. എന്റെ മകൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ദൈവം അതും കേൾക്കുന്നുണ്ടല്ലോ. എന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു, അത് ഉറക്കെ പറയുന്നു എന്നുള്ള അല്ലാതെ ആരെയും കരുതിക്കൂട്ടി ഞാനും ദ്രോഹിച്ചിട്ടില്ല. അതിന്റെ ഫലം ഈശ്വരൻ എനിക്കും തരുമായിരിക്കും, അല്ലേ? എല്ലാം നന്നായി വരും മാം. നമുക്ക് പ്രാർത്ഥിക്കാം. എന്താടോ വീട്ടിലെത്തിയിട്ടും ഒരു സന്തോഷമില്ലാത്ത? മമ്മിയെ കണ്ടേ? ഗാഥ, എന്താ നവീൻ, എന്തെങ്കിലും നോക്കുന്നേ? ഒന്നുമില്ല മാഡം, ഞാൻ ചിലത് പ്രതീക്ഷിച്ചു. അത് കാണാതായപ്പോ നോക്കിയതാ. നവീൻ എന്താ പ്രതീക്ഷിച്ചേ? അത് മമ്മിയും മോളും തമ്മിൽ കാണുമ്പോൾ ഒരു സെന്റിമെന്റൽ സീൻ ഞാൻ പ്രതീക്ഷിച്ചു. പരസ്പരം കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ചെയ്യുന്നൊക്കെ ഒരു സീൻ. പക്ഷേ ഇത് സർപ്രൈസ് ആണല്ലോ. രണ്ടുപേരുടെയും ഭാഗത്തൊന്നും അങ്ങനൊന്നുമില്ല. അത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ശീല. വല്ലാതെ വിഷമം കനം തൂങ്ങി മനസ്സിൽ കിടക്കുമ്പോ ഒന്നും പ്രകടിപ്പിക്കാതെ പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കും, അല്ലേ മോളെ? Now it's okay.
സ്നേഹിക്കുന്നവരെ കണ്ടു നിൽക്കുന്നത് തന്നെ സുഖമുള്ള ഒരു കാര്യമാണ് അല്ലേ മാഡം? അതെ. നവീൻ വരൂ, മോള് വാ. ഉം. വരൂ, നവീൻ ഇരിക്കൂ. ആ. വാ മോളെ. ഞാൻ വരാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായോ നവീന? ചില കാര്യങ്ങൾ നിരസിക്കാൻ പാടില്ലല്ലോ മാഡം. പ്രത്യേകിച്ചും നിങ്ങൾ തമ്മിലുള്ള അതിശക്തമായ ബന്ധം അറിയാവുന്ന ഞാൻ. അതുകൊണ്ട് തന്നെ മാഡം വിളിച്ച നിമിഷം ഞാൻ ഇങ്ങോട്ടേക്ക് പോരാൻ തീരുമാനിച്ചത്. താങ്ക് യു നവീൻ. മാത്രമല്ല ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിയാലോ. മമ്മിയുടെ കൂടെ നിൽക്കുമ്പോൾ ഗാഥയ്ക്കൽപ്പം ധൈര്യം കിട്ടുവാണെങ്കിൽ അത് എനിക്ക് തന്നെയാണല്ലോ ഗുണം. നവീൻ, ജസ്റ്റ് എ മിനിറ്റ്. എനിക്ക് മോളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്താ, മാണിക്കുഞ്ഞ് പലതവണ നിർബന്ധിച്ചിട്ട് നോക്കാത്ത 1-2 ഓഫീസ് കാര്യങ്ങളുണ്ട്. അത്രയും സമയം ഞാൻ അനുവദിച്ചു തരാം. മമ്മയുടെ മോളുടെയും സംസാരം നടക്കട്ടെ. മോളെ ഒന്ന് വാ. ഞാൻ എന്തിനാ നിന്നോട് വരാൻ പറഞ്ഞെന്നറിയോ? എന്റെ വാക്ക് പാലിക്കാനാ. താലി കെട്ടുകൂടി നീ ചെയ്യണമെന്ന് വാശി പിടിച്ചു ഞാൻ. നീ പക്ഷെ അതനുസരിച്ചു. ഇന്നലെ തന്നെ ഗാഥയെ അവിടെ എത്തിക്കാമെന്നുള്ള എന്റെ കരാറ് പാലിക്കാനായിട്ട് എനിക്കായില്ല. സോറി. ഇപ്പൊ നിനക്ക് പോവാം. മാഡം, ഇന്ന് നവീൻ ഇവിടെയല്ലേ? നവീനും ഗാഥയും ഇന്നു മുതൽ ജീവിച്ചു തുടങ്ങട്ടെ എന്നാ എന്റെ തീരുമാനം. ഒരുപാട് നന്ദിയുണ്ട് മാഡം. എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോവാലോ? പൊയ്ക്കോളൂ. പോകുമ്പോ ഇവിടെ നടന്നതെല്ലാം ഒരു ദുസ്വപ്നം പോലെ നീ അങ്ങ് മറന്നേക്കണം. ജീവിതത്തിൽ ഒരിക്കലും കളരിക്കൽ കുടുംബത്തിലുള്ള ഒരാളുടെയും മുന്നിൽ ചെന്ന് പെടാൻ പാടില്ല. അങ്ങനെ നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അബദ്ധം സംഭവിക്കുകയും എന്റെ മകളുടെ ജീവിതത്തിന് ഒരു ബാധ്യതയായി തീരുകയും ചെയ്ത അതൊരിക്കലും ക്ഷമിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. അത് പ്രതീക്ഷിക്കരുത്. ഇല്ല മാഡം, എന്റെ അമ്മയുടെ അസുഖം മാറിയ അമ്മയുമായി ഞങ്ങളുടെ നാട്ടിലേക്ക് പോവും. പിന്നീട് ഒരിക്കലും മാഡത്തിനെയോ മാഡത്തിന്റെ മകളെയോ ബുദ്ധിമുട്ടിക്കാൻ വരില്ല. സത്യം. ചില നേരങ്ങളിൽ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ട് പെരുമാറിയിട്ടുണ്ട്. ചിലപ്പോ ആ പെരുമാറ്റം വളരെ ക്രൂരവുമായിട്ടുണ്ട്. അത് എന്റെ മകളെക്കുറിച്ചുള്ള ആദി കൊണ്ട് മാത്രമാണ്.